അടുത്ത CSEB എക്സാമിനേഷൻ ഡേറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം ഇത്തരത്തിൽ കുട്ടികൾ ഒരുപാട് പേര് അജിറ്റേറ്റഡ് ആണ്. അതുമായി ബന്ധപ്പെടുത്തിയൊരു പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോ പ്രതികരണങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രതികരണമല്ല ഇതിനാവശ്യമുള്ളത് എന്നുള്ള കാര്യം നിങ്ങളെ ആദ്യമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. കാരണം സഹകാരി എന്ന സ്ഥാപനം ഉറപ്പായിട്ടും സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിൽക്കുകയും അവർക്ക് വേണ്ടി വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CSEBയുടെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. നിലവിൽ വരാൻ പോകുന്ന കേസ് കാർഡ് ബാങ്ക് ലിസ്റ്റിൽ അടക്കം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന കുട്ടികൾക്ക് അറിയാം. നമ്മളിപ്പോൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളോടൊപ്പം നമ്മളും കൂടെ ചേർന്നുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരെ, അതായത് അധികാരികളെ നേരിട്ട് കണ്ട് നമ്മുടെ സങ്കടം അവതരിപ്പിക്കുക. അതുപോലെ സങ്കടം അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനകത്തുള്ള ശരിക്കുള്ള കാര്യങ്ങൾ നമുക്കും കൂടെ അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് ചർച്ച ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു കൂട്ടായ്മയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഈ കൂട്ടായ്മ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, വലുതാക്കുക. അപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി നമ്മുടെ കേസ് കാർഡ് ബാങ്ക്, വരാൻ പോകുന്ന കേസ് കാർഡ് ബാങ്കും JCIയും തന്നെയാണ്. അപ്പോൾ CSEBക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമല്ല. എല്ലാ മേഖലയിലും പൊതുവെ ഒരു ഭരണത്തിന് ഒരു ഡിലേ ഉണ്ട്. അതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഓപ്പണായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം 10 വർഷമായിട്ട് ഒരു സർക്കാർ ഇരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നേരത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം ആകുമ്പോൾ സർക്കാർ മാറിയെന്നു സെക്ഷൻ. ഇപ്പോൾ ഞാനാണിപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇരുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ആ സെക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് ആ സെക്ഷനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. ഇതൊരു 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ അതേ സെക്ഷനുകളിൽ ഇരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവിടെ ഉണ്ടാകണമെന്നില്ല, പലരും റിട്ടയർ ആയി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഡിലേ പൊതുവെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചെറിയ ഡിലേയിലുള്ളത്. നിങ്ങൾ ബേജാറാകേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പിന്നെ എടുത്തു പറയുന്നു, നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ആൾക്കാരും ശ്രമിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ടാണ്. പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നീ കോൺഫിഡൻസ് കളഞ്ഞ് വിട്ടുപോയി കഴിഞ്ഞാൽ മറ്റവൻ അടിച്ച് കയറാമല്ലോ. ഞാൻ അത്രമാത്രം ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിന്ന് മാറിയിക്കുക. എന്തുകൊണ്ടാണ് ടെലിഗ്രാമിൽ നിന്ന് മാറി നിൽക്കാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുഖമില്ലാതെ അവിടെ പ്രതികരിക്കാൻ പറ്റും. ലുട്ടാപ്പി, പേരില്ലാത്തവൻ, ഡിങ്കൻ, മായാവി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ആശാന്മാരുടെ പേരുകൾ. കാരണം ഇവൻ്റെ ഫോൺ നമ്പർ ഒരിക്കലും പുറത്തു വരത്തില്ല. ഇവൻ അവിടെ എന്തും പറയാം. ഇവൻ ഇടുന്ന സാധനം അവിടെ ഷെയർ ചെയ്യാൻ ഒരു 100 പേരുണ്ട്. അത് മനുഷ്യൻ്റെ ബേസിക് സൈക്കോളജി ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ് സാധനം പോസിറ്റീവിനേക്കാളും വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും, അല്ലേ? നിങ്ങൾ 1000 നല്ല കാര്യം ചെയ്താലും നിങ്ങൾ ചെയ്തൊരു ചെറിയ നെഗറ്റീവ് കാര്യം മതി നിങ്ങളുടെ പേര് പോകാനായിട്ട്. അത് ഒരു നോർമൽ സൈക്കോളജി. ഈ സൈക്കോളജി മറ്റവരൊക്കെ അറിയാം, ഡിങ്കൻ അറിയാം. അതുകൊണ്ട് ഡിങ്കൻ എന്ന് പറയില്ല, ഡിങ്കൻ നമ്മുടെ മഹാദൈവമാണ്. ലുട്ടാപ്പിക്ക് അറിയാം. ലുട്ടാപ്പി അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ കൊണ്ടിടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ കാര്യത്തിലും കിടക്കുന്നില്ല, അതെല്ലാം പല പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത്തരത്തിലുള്ള ന്യൂസുകളിൽ നിന്നും മാറി നിൽക്കുക. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുക, അല്ലേ? നമ്മുടെ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ പറയുന്നു, ഒരു മോട്ടിവേഷൻ നശിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തോട്ടുകൾ കൂടിച്ചേരണം. നമ്മളിൽ റിഗ്രസീവായിട്ടൊരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയ തോട്ടുകൾ കൂടിച്ചേരണം. അങ്ങനെയുള്ള ചെറിയ തോട്ടുകളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്കഷനുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റൈറ്റ് ഓർ നോട്ട്, അത് കിട്ടിയതിന് ശേഷം പണ്ടത്തെ പോലെ നീ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നീ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്താ നിൻ്റെ മനസ്സിൽ സംഭവിച്ചത്? നിൻ്റെ മനസ്സ് സംഭവിച്ചത് ഇത്രമാത്രം ചെറിയ തോട്ടുകൾ ആരോ കയറ്റി വിട്ടു, അല്ലെങ്കിൽ എങ്ങനെയോ കയറി അതൊരു പ്രവൃത്തിയായിട്ട് മാറി. ആ പ്രവൃത്തികളിലൂടെ നമ്മുടെ CSEB പഠനം പതുക്കെ മന്ദീഭവിച്ചു. ആം ഐ റൈറ്റ് ഓർ നോട്ട്? റൈറ്റ് അല്ലേ? റൈറ്റ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ? അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു ചില ആൾക്കാർക്ക്. അത് സംഭവിക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എന്താ പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതാണോ? ഒരു ദിവസം സഹകാരിയുടെ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടുണ്ടായതാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരു ദിവസം സഹകാരി വെബിനാറിൽ പങ്കെടുത്തതുകൊണ്ടോ ഇതുപോലൊരു വീഡിയോ കണ്ടതുകൊണ്ടോ നിങ്ങൾ നല്ലതായിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, അല്ലേ? നിങ്ങൾ നന്നായി കാണാൻ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ, അവരുടെ എല്ലാം കളിയാക്കലുകൾ, ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കഷ്ടപ്പാട്
നമുക്ക് വേണ്ടിയിട്ട് അവര് ത്യജിച്ച അവര് കൊണ്ട വെയില് ഇതൊക്കെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് തുടങ്ങാനുണ്ടായ കാരണം. അതൊക്കെ നിങ്ങൾ മറന്നു പോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാരണങ്ങൾ നമ്മളിൽ ചെറിയ ചെറിയ റീസൺസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ തോട്ടുകളായിട്ടാണ് ചെറിയ ചെറിയ പ്രവൃത്തികൾ നമ്മൾ ചെയ്തു തുടങ്ങിയത്. ആ ചെറിയ ചെറിയ പ്രവൃത്തികളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. CSEB കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത്, കൂടുതൽ പരീക്ഷ എഴുതാനും കോച്ചിങ്ങിന് ചേരാനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനും വേണ്ടി നമ്മൾ ശ്രമിച്ചത്. അങ്ങനെയുള്ള ശ്രമങ്ങളുടെ അനന്തരഫലമായിരുന്നു എല്ലാവരുടെയും ജോലി, അല്ലേ? അപ്പൊ അവിടെ നമ്മുടെ ആ പ്രവൃത്തി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവനെ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കാത്തു സൂക്ഷിക്കാമെന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ ഉടനെ ഉണ്ടാവും. ഇത് സഹകാരിയുടെ വാക്കാണ്. ഞങ്ങളുടെ വാക്കെന്ന് വെച്ചാൽ സർക്കാർ ഒരിക്കലും പരീക്ഷ നടത്താതിരിക്കാൻ പറ്റത്തില്ല. പരീക്ഷ ഉടനെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും, ആ ശ്രമത്തിനുള്ള പിന്തുണ മാത്രമല്ല, നേരിട്ട് മുഖത്തോടു കൂടിയുള്ള പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മുടെ ഭാഗത്ത്, നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കേസ് കാർഡ് ബാങ്ക് പരീക്ഷയെ ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ട ശ്രമം ഉണ്ടാവും. ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ അതെല്ലാം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യുക, പോസിറ്റീവായ പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം. സഹകരണ മേഖലയിലെ ജോലി നമുക്ക് ഒരുമിച്ച് സ്വന്തമാക്കാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരികയാണ്. നമുക്ക് അടുത്ത മീറ്റിങ്ങുകളിലേക്ക് കാണാം. മീറ്റിങ്ങുകളിൽ നമുക്ക് നേരിട്ട് കാണാം. താങ്ക്